മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊല്ലത്തെ 5 ചെറു ഹാർബറുകളിൽ മത്സ്യവിപണനം നടത്താനുള്ള അനുമതി. കൊല്ലം കളക്ടർ ദേവിദാസ് മത്സ്യത്തൊഴിലാളി സംഘടനയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തത്വത്തിൽ അംഗീകരിച്ചത്. കൊല്ലത്തെ ജോനകപ്പുറം, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലം, തങ്കശ്ശേരി ഹാർബറുകളിൽ മുതലപ്പുഴയിൽ നിന്നെത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യമിറക്കി കച്ചവടം ചെയ്യാം. മുതലപ്പുഴയിൽ പൂർണ്ണമായും മണ്ണടിഞ്ഞ സാഹചര്യത്തിലാണ് സർക്കാർ ബദൽ മാർഗം ഒരുക്കുന്നത്. ഇത് സംബന്ധിച്ച് കൊല്ലം തീരത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി കളക്ടർ ചർച്ച നടത്തി. ചർച്ചയിൽ ചില നിർദ്ദേശങ്ങൾ ഉയർന്നതല്ലാതെ മറ്റെതിർപ്പുകളൊന്നും ഉണ്ടായില്ല. ചർച്ചയിൽ ഉയർന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ ഫിഷറീസ് വകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആൾക്കാരും വെച്ചിട്ടാണ് കളക്ടർ മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ അത് പ്രകാരം മുതലപ്പുഴ ഹാർബറിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ള വള്ളങ്ങളെ നമ്മൾ മൂതാക്കര, വാടി, തങ്കശ്ശേരി ലാൻഡിംഗ് സെന്ററുകളായിട്ട് ക്രമീകരിച്ച് വള്ളങ്ങൾ അടുപ്പിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അതേസമയം മുതലപ്പുഴയിൽ നിന്നെത്തുന്ന യാനങ്ങൾക്ക് കളർ കോഡ് ഉറപ്പാക്കണമെന്നും ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തീരത്ത് പാടില്ലെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. ന്യായമായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ചയുടെ ഭാഗമായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ആ കാര്യത്തിനകത്ത് സമയബന്ധിതമായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ 95% വള്ളങ്ങൾക്ക് കളർ കോഡായി കഴിഞ്ഞു. നീലയാണ് അതിൻ്റെ കളർ. എന്നാൽ തിരുവനന്തപുരത്ത് അതല്ല. അത്തരം തീരുമാനങ്ങൾ ഉൾപ്പെടെ അവർക്കൂടെ ബൈൻഡിങ് ആയിരിക്കും. മുതലപ്പുഴയിൽ നിന്നും കൂടുതൽ വള്ളങ്ങളെ ഉൾക്കൊള്ളിക്കുവാനാണ് 5 ഹാർബറുകളെ സജ്ജമാക്കിയത്. നിലവിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വകുപ്പ് സെക്രട്ടറിയെ അറിയിക്കും. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം നടപ്പായേക്കും. ന്യൂസ് മലയാളം, കൊല്ലം.